നിങ്ങൾ തമ്മിലുള്ള അകലത്തെക്കുറിച്ചാണ് ഇന്ന് റിലേഷൻഷിപ്പ് റീഡിങ് ചെയ്യുന്നത്. നിങ്ങൾ തമ്മിൽ എത്ര കണ്ട് ദൂരമാണ്? ചിലർക്ക് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ്, ചിലർക്ക് കോണ്ടാക്റ്റിലുണ്ടായിരിക്കും, മിണ്ടത്തില്ല. ചിലപ്പോൾ എന്നും മിണ്ടുന്നതായിരിക്കും, പഴയ പോലെ ഒരു അട്രാക്ഷൻ കാണത്തില്ല. അത് അപ്പം നമുക്ക് ആ കാർഡ് എടുത്ത് നോക്കാം എന്താണ് വരുന്നതെന്ന്. നിങ്ങൾ തമ്മിലുള്ള അകലം നോക്കാം. അപ്പം ഇതാണ് സ്പ്രെഡ് വന്നിരിക്കുന്നത്. അപ്പം ഈ സ്പ്രെഡിൽ എന്താ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാർഡ് ക്വീൻ ഓഫ് കപ്സിന്റെ കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പം ക്വീൻ ഓഫ് എന്ന് പറഞ്ഞാൽ അവരുടെ സാഹചര്യം ഒന്നും അനുകൂലമല്ല, പക്ഷെ ഈ സ്നേഹത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കുന്ന ഒരു എനർജിയാണ്. പക്ഷെ അവർക്ക് സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലാത്തതുകൊണ്ടാണ് നിങ്ങളിലേക്ക് വന്നെത്താത്തത് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന, ഇപ്പൊ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തി വിചാരിക്കുന്നതാണ് ഇവർക്ക് എന്തെങ്കിലും ഇഷ്ടക്കേടുള്ളതുകൊണ്ടായിരിക്കും ഈ ബന്ധത്തിൽ നിന്ന് ഇവർ അകന്നു പോകുന്നത് എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അത് കറക്റ്റ് അല്ല. അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണ് നിങ്ങളിലേക്ക് അവർക്ക് വന്നെടുക്കാത്തതാണ് ക്വീൻ ഓഫ് കപ്സിന്റെ കാർഡ് കാണിക്കുന്നത്. അപ്പം അവർ ആ കപ്പ് മറ്റെല്ലാ കപ്പുകളും തുറന്നാണെങ്കിൽ ഇത് അടഞ്ഞ കപ്പാണ്. അപ്പം ആ കപ്പിലോട്ട് നോക്കിയിരുന്ന് വിഷമിക്കുന്ന ഒരു ഇതാണ്. അപ്പൊ ആ വ്യക്തിക്ക് അറിയാം നിങ്ങൾക്ക് ഒത്തിരി അധികം ഇഷ്ടമാണെന്നും ഒക്കെ അറിയാം. പക്ഷെ ഇപ്പൊ ആ വ്യക്തിയെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ദൂരെ ഇരുന്ന് സ്നേഹിക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ അകലം വന്നതെന്നാണ് പറയുന്നത്. സിറ്റുവേഷൻ കാരണമാണ് വന്നതെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാർഡ് ഇത് സ്റ്റാർട്ട് കാർഡാണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ കാർഡ് സ്റ്റാർട്ട് കാർഡ് വന്നത് ആ വ്യക്തിയിൽ ഒരു സ്പിരിച്വൽ അവേക്കനിങ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഫലമായിട്ടാണ് ആ വ്യക്തി ദൂരമായത് ഇപ്പോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ വ്യക്തി ആ യൂണിവേഴ്സിന്റെ ആ പ്രോസസ്സിൽ കൂടെ നടന്നു പോകുന്ന കൊണ്ട് അത് കഴിയുമ്പോൾ മാത്രമേ ആ വ്യക്തി നിങ്ങളിലേക്ക് വരത്തുള്ളൂ. അതിന് ഡിവൈൻ ടൈം വരും, അപ്പോൾ മാത്രമേ നിങ്ങളിലേക്ക് വരത്തുള്ളൂ. ഇപ്പൊ അകലം പരസ്പരം യൂണിവേഴ്സ് എന്തിനാണ് സെപ്പറേറ്റ് സൃഷ്ടിക്കുന്നത് എന്ന് നോക്കി ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ പറ്റി അറിയണമെങ്കിൽ ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ ഇരിക്കണം, അകന്നകന്ന് മാറിയിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. അതിനാണ് യൂണിവേഴ്സ് ഈ സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്ത് ആ വ്യക്തി ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിലാണെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ കാർഡ് ടു ഓഫ് കപ്പിന്റെ കാർഡാണ്. അപ്പം ചിലവരിലൊക്കെ ഈ വ്യക്തി വന്നു ചേർന്ന് നിങ്ങൾക്ക് സ്നേഹത്തിന് കപ്പ് കൈമാറാനും. അപ്പം ഈ വ്യക്തികളെ കണ്ടറിയാം, രണ്ടുപേര് വ്യത്യസ്തരാണ്, പക്ഷെ ഇതൊരു ഡിവൈൻ റിലേഷൻ ആണ്. ഇത് സ്പിരിച്വൽ കണക്ഷൻ ആയതുകൊണ്ട് ആ വ്യക്തി വരികയും ചെയ്യും, ആ വ്യക്തിയുടെ സ്നേഹം ഇവരിലേക്ക് കൈമാറുകയും ചെയ്യുക. അതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയതുകൊണ്ട്, അതൊരു ഡെസ്റ്റൈൻഡ് കണക്ഷൻ ആയതുകൊണ്ട് അത് കമ്പൽസറി വന്നെത്തുമെന്നാണ് ഈ ടു ഓഫ് കപ്പിന്റെ കാർഡ് പറയുന്നത്. അടുത്തത് നയൻ ഓഫ് പെന്റക്കിളിന്റെ എനർജിയാണ്. നയൻ ഓഫ് പെന്റക്കിളിന്റെ എനർജി എന്ന് പറയുമ്പോൾ പണം സമ്പാദിക്കാൻ പോയിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് ഫൈനാൻഷ്യൽ കുറച്ചുകൂടെ അടിത്തറ വന്നിട്ട് വേണം നിങ്ങൾ ഒന്നാകാൻ എന്ന് ഈ വ്യക്തി വിചാരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെയും ബേസ് നമുക്ക് എന്താണ്? ഫൈനാൻസ് തന്നെയാണ്. അപ്പം ആ ഫൈനാൻസ് നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നാണ്. വിവാഹത്തിനൊക്കെ വെയിറ്റ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അപ്പം കർമ്മ കംപ്ലീഷൻ സ്റ്റേജ് 9 വരെ ആയിട്ടുള്ളൂ. അപ്പം ഇപ്പോഴും ഈ പൈസയുടെ പേരിൽ പണം വരാനും ഒക്കെ ഒത്തിരി ആതങ്കങ്ങളൊക്കെ വ്യക്തി സഹിക്കുന്നു എന്നാണ് ഈ കാർഡിലൂടെ നമുക്ക് പറഞ്ഞത്. അത് ആ കർമ്മ കളഞ്ഞതിന് ശേഷം ആ വ്യക്തിയിൽ ഒത്തിരി പണവും അമണ്ടൻസും ഒക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം ഇതൊരു പോസിറ്റീവ് കാർഡ് ആയതുകൊണ്ട് ഈ ബന്ധവും ഒന്നാവാൻ ചാൻസ് ഉള്ള ബന്ധമാണ്. ഇത് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ ഒരു പണത്തിന്റെ പേരിൽ മാത്രം പണം ഒത്തിരി സമ്പാദിക്കണം, ലൈഫിൽ വന്ന ശേഷം എനിക്ക് ഇങ്ങനെ സ്ട്രഗിൾ ആവാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയുടെ അവധിയാണ് നയൻ ഓഫ് പെന്റക്കിളിലൂടെ പറയുന്നത്. അടുത്ത കാർഡ് ഇത് മൂൺ എന്ന കാർഡാണ്. അപ്പൊ ഈ വ്യക്തിയിലേക്ക് നിങ്ങളിലേക്ക് വന്നെടുക്കാൻ ഒത്തിരിയധികം സ്ട്രഗിൾസുകൾ ഓർത്ത് ആ വ്യക്തി വിഷമിക്കുകയാണ്. അപ്പോൾ വ്യക്തിക്ക് ഒത്തിരി അധികം പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസിനൊക്കെ എങ്ങനെ ഞാൻ സോൾവ് ചെയ്യും, എനിക്ക് ഈ ബന്ധത്തിലേക്ക് എങ്ങനെ എത്താൻ പേരും. അപ്പം കാർഡ് ശ്രദ്ധിച്ചാൽ അറിയാം, ഇതൊക്കെ തരണം ചെയ്ത് വേണം ആ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ. അപ്പം ആ വ്യക്തിക്ക് ഇഷ്ടക്കുറവ് പ്രോബ്ലംസ് ഒന്നുമില്ല, പക്ഷെ ആ വ്യക്തിക്ക് ഒത്തിരി അധികം ആതങ്കങ്ങൾ കടന്നിട്ട് വേണം നിങ്ങളിലേക്ക് വരാൻ. അപ്പൊ അതെങ്ങനെയാണെന്നാണ് അത് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഓവർ തിങ്കിങ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഈ കാർഡ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഓവർ തിങ്കിങ് ആണ്. ഇതിൽ നിന്ന് എങ്ങനെ ഞാൻ പുറത്തു കിടക്കും, ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കും എന്നാണ് ആ വ്യക്തിയുടെ ചിന്ത എന്നാണ്
പറയുന്നത്. അടുത്തത് പേജ് ഓഫ് ഫണ്ട്സ്. അപ്പം ചിലവരിലേക്കൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ എത്തുന്നു എന്നാണ് ഈ റീഡിങ്ങിൽ പറയുന്നത്. അപ്പൊ പേജ് എപ്പോഴും സന്ദേശവാഹകരായ കാർഡാണ്. അപ്പം ആ വ്യക്തി മറന്നിട്ടൊന്നുമല്ല, നിങ്ങളിലേക്ക് അധികം താമസിയാതെ ഒരു കമ്മ്യൂണിക്കേഷൻ എത്തുന്നു എന്നാണ് പറയുന്നത്. ഇതൊരു യങ്ങർ എനർജിയാണ്. യങ്ങർ എനർജി ആകുമ്പോൾ ഈ വ്യക്തിയിലേക്ക് ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ എത്തുന്നു എന്നാണ്. അപ്പം ആ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇഷ്ടമുണ്ട് ആ വ്യക്തിക്ക്. പക്ഷെ പലവിധ പ്രോബ്ലംസിലൊക്കെ അകപ്പെട്ടു പോയതുകൊണ്ട് ആ വ്യക്തി ഇപ്പം നിങ്ങളോട് കൃത്യമായിട്ട് സംസാരിക്കുന്നില്ല. കോണ്ടാക്റ്റ് ഉണ്ടാവും, പക്ഷെ പഴയ പോലെ സംസാരിക്കുന്നില്ല. അപ്പം അധികം താമസിയാതെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരും എന്നാണ് ഈ കാർഡിലൂടെ നമുക്ക് കണ്ട്. പേജ് ഓഫ് ഫണ്ട്സിന്റെ എനർജി എന്ന് പറയുമ്പോൾ ഒരു യങ്ങർ എനർജിയാണ്. ആ വ്യക്തി ഒത്തിരി ആക്റ്റീവായിട്ടുള്ള ഒരാളുമാണ്. പക്ഷെ കോണ്ടാക്ട് ഉണ്ടാവും, പക്ഷെ കുറച്ചായിരിക്കും. അപ്പം അത് നല്ല ഇതിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കോണ്ടാക്ട് വരും എന്നാണ് ഈ റീഡിംഗ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പ്രെഡ് വന്നത്. ഈ റീഡിംഗ് കുറെ പേർക്കൊക്കെ റെസനേറ്റ് ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ റെസനേറ്റ് ആയത് താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമന്റ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോസിലൊക്കെ വേറെ നല്ല ടോപ്പിക്സ് ആഡ് ചെയ്യാനായി ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും റീഡിംഗ് ഇഷ്ടമായി വരുന്നു. താങ്ക് യു.